ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഉണക്കച്ചക്ക എങ്ങനെ നമുക്ക് നോർമലായിട്ടുള്ള രീതിയിൽ നമ്മുടെ രീതിയിൽ വേവിക്കാം എന്നുള്ളതാണ്. ചിലർ പറയുന്നത് കേൾക്കാം, ഉണക്കച്ചക്ക ഉണ്ടാക്കി കഴിക്കും, അങ്ങനെയൊക്കെ. എങ്ങനെ കയ്പൊന്നുമില്ലാതെ നമ്മുടെ നോർമൽ ചക്ക തിന്നുന്ന ടേസ്റ്റ്, അതേ ടേസ്റ്റ് നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് നമ്മുടെ നാട്ടിലെ ചക്കയാണെങ്കിൽ വീട്ടിൽ തന്നെ ഉണക്കുകയാണ്. നമ്മുടെ ഉപ്പേരി വലുപ്പത്തിലില്ലേ, അരിഞ്ഞ് അതിനെ ഉണക്കിക്കൊണ്ട് വന്നതാണ്. പിന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ടല്ലോ, ഇത് നമ്മൾ നല്ലതായിട്ട് പച്ചവെള്ളമില്ലേ, നോർമൽ വെള്ളത്തിലാണ് അത് കഴുകി എടുക്കുവാണ് വേണ്ടത്. ഞാൻ നിങ്ങളെ ഇത് കഴുകിയിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഉണക്കച്ചക്കയാണെങ്കിൽ ഉണ്ടല്ലോ ഏകദേശം ഇങ്ങനെ ഇരിക്കും, നല്ല സ്മൂത്താണ്, കട്ടിക്ക്. നമ്മളാണെങ്കിൽ കപ്പയൊക്കെ ഉണങ്ങത്തില്ലേ, ഏകദേശം അതുപോലൊക്കെ തന്നെയാണ് നമ്മൾ ഉണക്കിക്കൊണ്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ഉണക്കച്ചക്ക ഉണ്ടല്ലോ നന്നായിട്ട് കഴുകി വാരി എടുക്കണം. ഇവിടെ ഞാൻ കഴുകി വാരി എടുത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളം പോകുന്ന ടൈപ്പുള്ള പാത്രത്തിൽ വെക്കുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം നമ്മുടെ ചക്കയാണെങ്കിൽ നമ്മളാണെങ്കിൽ കഴുകി വാരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ ചൂടുവെള്ളം ഒഴിച്ച് വെക്കാൻ വേണ്ടിയുള്ള പാത്രത്തിലോട്ട് ഈ ചക്കയെ മാറ്റാം. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളാണെങ്കിൽ ചൂടുവെള്ളം ഉണ്ടാക്കുക. നമ്മളാണെങ്കിൽ നല്ലതായിട്ട് തിളച്ച വെള്ളം തന്നെയാണ് എടുക്കേണ്ടത്. ആ തിളച്ച വെള്ളം ഉണ്ടല്ലോ നമ്മളാണെങ്കിൽ ഈ ചക്ക നെകൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ഉണക്കച്ചക്കയ്ക്കാണെങ്കിൽ ഉണ്ടാക്കുമ്പോൾ നോർമലായിട്ടുള്ള വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലെന്ന്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളാണെങ്കിൽ നോർമൽ പച്ചവെള്ളത്തിലിട്ട് കുതിർത്ത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കുമ്പോഴാണ് അങ്ങനെ വരുന്നത്. നമ്മളാണെങ്കിൽ പച്ചവെള്ളത്തിൽ നന്നായിട്ട് കഴുകി വാരിയിട്ട് അത് നമ്മൾ നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് കുതിർത്ത് വെക്കേണ്ടത്. അടച്ചു വെച്ച് കുതുക്കണം, എന്നാലേ നമുക്കാണെങ്കിൽ ആ രുചി കിട്ടത്തുള്ളൂ. അപ്പം നമ്മുടെ വെള്ളം ഉണ്ടല്ലോ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ആ ചൂടുവെള്ളമാണെങ്കിൽ നമ്മുടെ ഈ ചക്ക നെകൊക്കെ നമ്മളാണെങ്കിൽ ഒഴിച്ചു കൊടുക്കണം. കുറഞ്ഞതുണ്ടല്ലോ ഒരു 1-2 മണിക്കൂറെങ്കിലും നമ്മളുണ്ടല്ലോ ഇത് ഒന്ന് അടച്ചു വെക്കണം. അപ്പോഴേക്കും നമ്മുടെ പച്ചച്ചക്ക പോലെ ഇത് റെഡി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പം നമ്മൾ ഏകദേശം ഉണ്ടല്ലോ ഈ ചക്ക നെകൊക്കെ ഉള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു ഏകദേശം 2-3 പേർക്ക് കഴിക്കാനുള്ള ചക്കയുണ്ട് ഇത്. അപ്പോൾ നമ്മളാണെങ്കിൽ ഇനി ഇത് അടച്ചു വെക്കുകയാണ്. അടച്ചു വെച്ച് കുറച്ചു നേരം കുതിർത്ത് കഴിഞ്ഞിട്ട് നമുക്കാണെങ്കിൽ ഇനി ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്കിനി ചക്കയ്ക്കുള്ള അരപ്പിനുള്ള സാധനങ്ങൾ റെഡിയാക്കാം. നമ്മളാണെങ്കിൽ ഇവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, ജീരകം എടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾ എടുത്തിട്ടുണ്ട്, പിന്നെ 2 ഇതള് കറിവേപ്പില, പിന്നെ ആണെങ്കിൽ പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക്, എൻ്റെ ഇവിടെ കാന്താരി ഉള്ളതുകൊണ്ട് കാന്താരി മുളകാണ് ഞാൻ എടുത്തത്. പിന്നെ കുഞ്ഞുള്ളി അല്ലെങ്കിൽ ഓപ്ഷനാണ്, സവോള വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇഞ്ചി എടുക്കുക, ഇഞ്ചിയൊക്കെ കുറച്ച് മതി. പിന്നെ ഞാൻ അരപ്പിനായിട്ട് എടുത്തേക്കുന്നത് 2 ഇതള് വെളുത്തുള്ളിയാണ്. ഇത്രയും മാത്രമാണ് നമ്മുടെ അരപ്പിന് വേണ്ടത്. പിന്നെ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഇത്തിരി വെള്ളവും ഒഴിച്ചു കൊടുക്കും. നമ്മളാണെങ്കിൽ ചൂടുവെള്ളത്തിലാണെങ്കിൽ ഇട്ട് വെച്ചിരുന്ന ചക്കയാണെങ്കിൽ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു പച്ചച്ചോളയൊക്കെ എടുക്കുന്ന അതേ രീതിയിൽ കണ്ടോ, ഇങ്ങനെ ഒടിഞ്ഞു വരെ വരും. അതുപോലെയാണ് നമുക്കാണെങ്കിൽ ഇത് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ഇനി ഒന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്ത് വെള്ളമെല്ലാം വാർത്തിയെടുത്ത് വെക്കണം. എന്നിട്ട് വേണം നമുക്ക് ഇനി വേവിക്കാൻ വേണ്ടി വെക്കാൻ. നമ്മളിങ്ങനെ ഒരു പാത്രത്തിൽ ഇങ്ങനെ ഊറ്റിയെടുത്ത് ഇങ്ങനെ വെക്കണം. വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആ സമയം കൊണ്ട് നമുക്കുണ്ടല്ലോ അരപ്പും എല്ലാം റെഡിയാക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഇത് അടുപ്പിലോട്ട് വെക്കാം കേട്ടോ. അരപ്പിനുള്ള സാധനങ്ങളെല്ലാം നമ്മളാണെങ്കിൽ മിക്സിയുടെ ജാറിലോട്ടായിട്ടുണ്ട്. അതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഉപ്പ് ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത് ഹിമാലയൻ സാൾട്ടാണ്, നമ്മുടെ നാട്ടിലെ ഇന്ദുപ്പ് പോലെയുള്ള ഉപ്പാണ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് അരയ്ക്കാന്ന് വെച്ചാൽ ഒന്ന് ഉതച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. വെള്ളം ഒരുപാടാവരുത്, ചക്ക ഒത്തിരി കുഴഞ്ഞു പോകും. ആവശ്യമുള്ള വെള്ളം മാത്രം യൂസ് ചെയ്യുക. കണ്ടോ, ഏകദേശം ഇങ്ങനെ ഒന്ന് ആയി കിട്ടിയാൽ മതി. അല്ലാണ്ട് അരഞ്ഞ് കലയൊന്നും പോകുമൊന്നും വേണ്ട. നമുക്ക് ജസ്റ്റ് ഒന്ന് ഉതച്ചെടുക്കുക എന്ന് പറയുന്നതാണല്ലോ, അങ്ങനെ അങ്ങ് ആക്കിയെടുത്താൽ മതി. ചക്ക വേവിക്കാൻ ആവശ്യമായിട്ടുള്ളൊരു പാത്രം നമ്മളെടുത്ത് അടുപ്പ് വെക്കുക. നമ്മുടെ എത്രയാണ് നമുക്ക് ചക്ക നമ്മുടെ കയ്യിലുള്ള അതനുസരിച്ച് എടുക്കുക ഒരു പാത്രം. ഇപ്പം നമ്മളാണെങ്കിൽ അതിനകത്തോട്ട് നമ്മുടെ ചക്ക എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒന്നും എക്സ്ട്രാ ഒന്നും ചേർത്ത് കൊടുക്കുകയൊന്നും വേണ്ട, കാരണം നമ്മൾ ഓൾറെഡി ഇത് വെള്ളത്തിട്ട് കുതിർത്തുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളമയമുണ്ട്, അത് തന്നെ ഇറങ്ങിക്കോളും. ഇതിനകത്തോട്ട് നമ്മളുണ്ടല്ലോ ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വിട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കുകയാണ് വേണ്ടത്. കണ്ടോ, നമ്മളിവിടെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി നമ്മൾ അരപ്പിനകത്തും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പം ഉപ്പ് ആവശ്യത്തിന് അന്നേരം ആയിക്കോളും, അല്ലെങ്കിൽ വേകുന്ന സമയത്ത് നോക്കിയാൽ മതി. ഉപ്പായിട്ടില്ലെങ്കിൽ ഇച്ചിരി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മളുണ്ടല്ലോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ വശത്തോട്ടും മഞ്ഞൾപ്പൊടിയുടെ എല്ലാം എത്താൻ വേണ്ടിയാണ്. എന്നിട്ട് ഇത് അടച്ചു വെച്ചങ്ങ് വേവിച്ചാൽ മതി. അപ്പം നമ്മുടെ
ചക്കയാണെങ്കിൽ കണ്ടില്ലേ മഞ്ഞപ്പൊടിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ചെറിയ തീ വെച്ചാൽ മതി, ലോ ഫ്ലെയിം വെച്ച് വേവിച്ചാൽ മതി. നമ്മുടെ ചക്കയിൽ നിന്നുണ്ടല്ലോ ആവിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കുക. ഇളക്കി നോക്കുമ്പോൾ നമുക്കറിയാം ചെറുതായിട്ട് ഇതായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ടുണ്ടല്ലോ നമ്മൾ അരപ്പ് ചേർക്കണം. പിന്നെ അരപ്പ് ചേർത്തിട്ട് അരപ്പ് കൂടെ വെച്ച് അടച്ചു വെച്ചിട്ട് പിന്നെ വേവിച്ചാൽ മതി. അരപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് അരപ്പ് ചേർത്തിട്ട് വേണമെങ്കിൽ ലേശം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിനാവശ്യമുള്ള വെള്ളമയമുണ്ട്, അതുകൊണ്ട് ഞാനിപ്പം ചേർക്കുന്നില്ല. ഇനി അവസാനം ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇല്ലെന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ ഞാൻ വെള്ളം ചേർക്കുന്നുള്ളൂ. ഒന്നാണേലും അരപ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ടുണ്ടല്ലോ അടച്ചു വെച്ചിട്ട് ഇനി വേവിക്കണം. അപ്പോൾ ലേശം വെള്ളം ചേർത്ത് കൊടുത്തു കേട്ടോ. ഞാനാണേൽ ഇപ്പം ഫ്രഷായിട്ട് ഇതിനകത്തൊന്ന് എടുത്തതേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ വെള്ളം ചേർക്കാഞ്ഞത്. നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. കണ്ടോ നമ്മുടെ ചക്ക ഉണ്ടല്ലോ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മളുണ്ടല്ലോ ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. അപ്പം നമ്മുടെ ഉണക്കച്ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഈസിയാണ്, ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പച്ചച്ചക്കയുടെ അതേ രുചി തന്നെയാണ്, ഒരു രുചി വ്യത്യാസവും ഇല്ല. എല്ലാവരും കഴിക്കുമെന്നൊക്കെ പറയും, പക്ഷേ ഇത് ഒരു കയ്പും ഒന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം നാട്ടിലൊക്കെ ഉള്ളവരുണ്ടല്ലോ ഈ ചക്ക ഒത്തിരി വേസ്റ്റായി പോകത്തില്ലേ, അപ്പോൾ അങ്ങനെ വേസ്റ്റായി പോകാതെ ഇങ്ങനെ ഉണക്കി വെച്ചാൽ ചക്ക ഇല്ലാത്ത സീസണിൽ നമുക്കിത് ഇതുപോലെ ചക്ക ഉണ്ടാക്കി കഴിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പം പുറത്തൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ചക്ക തിന്നാൻ പറ്റാത്തൊക്കെ നല്ലൊരു വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ഉണക്കി കൊണ്ടുവന്ന് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. ഇനിയും നല്ല നല്ല പുതിയ വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരുന്നതാണ്. താങ്ക്